നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ സംബന്ധിച്ച് ഇനി ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇനി ഇത്തരം ആഘോഷങ്ങൾക്ക് എവിടെ നിന്ന് പൈസ എടുത്ത് ചെലവാക്കുമെന്നുള്ളത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിലും സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആഘോഷങ്ങളും മറ്റു വരുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളും സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായി എത്താതിരിക്കുന്ന ഒരവസ്ഥയാണ് കുറച്ചു കാലങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 1404 കോടി 50 ലക്ഷം രൂപ നികുതി വിഹിതവും 1100 കോടിയുടെ വായ്പാ അനുമതിയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ തന്നെ കേരളത്തിന് ആശ്വാസമാവുകയാണ്. ഡിസംബർ 19 വായ്പയായി കിട്ടിയ 2000 കോടിയും ചേർത്ത് ക്രിസ്തുമസ് പുതുവത്സര വേളയിൽ 4500 കോടിയാണ് ഖജനാവിലെത്താൻ പോകുന്നത്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനും ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ ഇടപെടലിനും അത്യാവശ്യ വികസന പദ്ധതികൾക്കും തുക വിനിയോഗിക്കാൻ കഴിയും. നികുതി വിഹിതമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി അനുവദിച്ചത് 72,961 കോടി 21 ലക്ഷമാണ്. 13,000 കോടിയിലേറെ ലഭിച്ച യുപിക്കാണ് ഏറ്റവും കൂടിയ വിഹിതം. അതേസമയം പദ്ധതി വിഹിതങ്ങളുടെ കുടിശ്ശികയും കടമെടുപ്പ് നിയന്ത്രണത്തിൽ കൂടുതൽ ഇളവുകളും കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളായ ജാനുവരി മുതൽ മാർച്ച് വരെ കേരളം കടുത്ത പ്രതിസന്ധിയിലാകും. ജാനുവരിയിലെ തുകയാണ് ഇപ്പോൾ നൽകിയ 1404 കോടി. കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത വായ്പയിൽ നിന്ന് 3140 കോടി 7 ലക്ഷം രൂപ സർക്കാരിന്റെ കടമായി മാറ്റാനുള്ള തീരുമാനം ഒരു വർഷത്തേക്ക് ബാധകമാക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഇതോടെ ജാനുവരി മാർച്ച് കാലയളവിലെ ചെലവുകൾക്കായി കേരളത്തിന് അധികമായി 3000 കോടിയോളം രൂപ കടമെടുക്കാം. ഈ മാസങ്ങളിലെ ചെലവുകൾക്കായി 30,000 കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. ജനുവരി മാർച്ചിലെ ദൈനംദിന ചെലവിനെ പണം കണ്ടെത്താൻ വായ്പാ പരിധിയിൽ GSDPയുടെ 1% വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. 3% നിലവിലെ പരിധി. കേരളത്തിന്റെ മാത്രമായി പ്രത്യേക പരിഗണന നൽകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരുകൾക്ക് സാമൂഹിക സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് സംസ്ഥാനങ്ങൾ കൂടുതൽ ചിലവുകൾ വഹിക്കേണ്ടതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. ഏറ്റവും കൂടുതൽ നികുതി വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിനാണ്. ഏകദേശം 13,088 കോടി രൂപ. പശ്ചിമ ബംഗാളിന് 5,488 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് നിലവിൽ കിട്ടാനുള്ള 1,408 കോടി രൂപയുടെ നികുതി വിഹിതത്തോടൊപ്പം അധിക വിഹിതമായി ലഭിക്കുന്ന 1,404 കോടി രൂപ സംസ്ഥാനത്തിന് സാമ്പത്തിക ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തൽ. നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം നേരിട്ടിരുന്നു. തമിഴ്നാട് അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.